പക്ഷേ 2 വർഷത്തിലേറെയായി 2024 ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് വിടുന്നത്. അവരെ കൊല്ലാൻ വരെയുള്ള പദ്ധതികൾ തയ്യാറാക്കിയപ്പോഴാണ് ഇന്ത്യ രഹസ്യമായി അവരെ ഹെലികോപ്റ്ററിൽ കയറ്റി നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത്. എവിടെ പോകണം, ആര് സംരക്ഷണം നൽകും എന്നൊക്കെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഇരു കൈയും നീട്ടി അവരെ സ്വീകരിക്കുന്നത്, നമ്മൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. എവിടെയാണ് ഹസീനയെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികൾ മാറുന്നു, പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവുകയാണ് ഷെയ്ഖ് ഹസീന. അവർ പറയുന്നത്, എൻ്റെ മണ്ണിൽ കിടന്ന് എന്നെ കൊന്നെങ്കിൽ കൊന്നോളൂ, മരണം എൻ്റെ മണ്ണിൽ കിടന്നാകട്ടെ. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ധൈര്യമുണ്ടല്ലോ മാഷെ. ധൈര്യമായി വീണ്ടും ബംഗ്ലാദേശിലേക്ക് പോകാനായി അവരെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകുമല്ലോ. എന്താണ് അവർക്ക് കിട്ടുന്ന ധൈര്യം? അല്ല, അതൊരു വലിയ ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ലോകം മുഴുവൻ ചോദിച്ച ചോദ്യമാണ്, എത്ര കാലം ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ഇങ്ങനെ സംരക്ഷിക്കും? അവർ ഇന്ത്യയിലെ ഈ തടവറ പോലെ, തടവറയിൽ നമ്മൾ തടവിൽ വെച്ചതല്ല, കാരണം അവരെ അതീവ സുരക്ഷാ മേഖലയിൽ ഇന്ത്യ സംരക്ഷിച്ചിരിക്കുകയാണ്. കാരണം അത് എവിടെയാണെന്ന് പോലും ലോകത്തോട് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ലോകത്തിന് മുമ്പിൽ അവരെ എക്സ്പോസ്ഡ് ആയാൽ, അവരെ വെളിച്ചത്ത് കൊണ്ടുവന്നാൽ, വെളിച്ചത്ത് നിർത്തിയാൽ അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയവരെ. പക്ഷെ അപ്പോഴൊരു ചോദ്യമുണ്ട്, എത്ര കാലം? ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായ ഒരാളെ ഇങ്ങനെ ഇന്ത്യയിലെ ഒരു കൂട്ടിലിട്ട് സംരക്ഷിച്ചാൽ മതിയോ എന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഉത്തരം, 2 കൊല്ലം കൊണ്ടൊരു ഉത്തരം വന്നിരിക്കുന്നു. കഴിഞ്ഞ ജൂൺ 29 അവർ NDTVക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. സാധാരണ രീതിയിൽ നിർണായകമായ ഘട്ടത്തിലല്ലാതെ അവർക്ക് ഇൻ്റർവ്യൂ പോലും അനുവദിക്കാറില്ല. എന്ന് വെച്ചാൽ അവർ ഇന്ന സ്ഥലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രേസ് ചെയ്യാനൊക്കെ സൗകര്യമാണെന്നുള്ളതുകൊണ്ട് ഇന്ത്യ അനുവദിക്കാറില്ല. പക്ഷെ ആദ്യമായിട്ട് NDTVക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞ ജൂൺ 29. അത് വന്നതിന് ശേഷമാണ് അവർ ചില തീരുമാനങ്ങൾ എടുത്തതായിട്ട് ലോകം മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ എന്നറിയാൻ ആഗോള മാധ്യമങ്ങൾക്ക് താല്പര്യം വന്നു. അപ്പോൾ ഒടുവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം, വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ എന്നാൽ മിനിഞ്ഞാന്ന്, വെള്ളിയാഴ്ച റോയിറ്റേഴ്സ് വന്നു അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ. ഇന്ത്യ ഗവൺമെൻറ് അനുമതി കൊടുത്തു. കാരണം അവർ ചില തീരുമാനങ്ങൾ ലോകത്തോട് അറിയിക്കേണ്ടതുണ്ട്, അത് അവരുടെ സുരക്ഷയ്ക്കും ഭാവിക്കും കൂടി ആവശ്യമാണ് എന്നതുകൊണ്ട് റോയിറ്റേഴ്സിന് ഹസീനയുടെ ഇൻ്റർവ്യൂ ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തു. റോയിറ്റേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അവരോട്, അതിന് ഉത്തരം കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത്, ഞാൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണ്, ഇനി എനിക്ക് തുടരാൻ വയ്യ. അപ്പോൾ ന്യായമായി വരുന്നൊരു ചോദ്യമുണ്ട്, അവർക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് അവിടെ. അതിലൊരു പ്രധാനപ്പെട്ട കേസ് എന്താണ്? ബംഗ്ലാദേശിൽ 2024 നടന്ന കലാപകാലത്താണല്ലോ അവർ പോകുന്നത്. അവിടെ നടന്ന മുഴുവൻ കലാപങ്ങൾ അതറിയാം നമുക്ക്. അമേരിക്കയുടെ ഒക്കെ പിന്തുണയോടുകൂടി അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ, തീവ്രവാദികൾ, മതമൗലികവാദികൾ ഒക്കെ നടത്തിയ കലാപമാണ്. ആ കലാപത്തെ ഏത് ഗവൺമെൻറ്റും ആര് ഭരിച്ചാലും പോലീസും പട്ടാളത്തെ ഉപയോഗിച്ചിട്ട് സമാധാനം വരുത്തും. അതാണ് അവരുടെ പേരിലെ കുറ്റകൃത്യം. അതുകൊണ്ട് അത്രയും മനുഷ്യരെ അടിച്ചമർത്തിയതും കൊലപ്പെടുത്തിയതും ഒക്കെ ഷെയ്ഖ് ഹസീനയാണ്. അതുകൊണ്ട് അവർക്ക് നേരെ ഇത്രയും ആൾക്കൂട്ടത്തെ കൊന്നതിന് ഉള്ള കൊലക്കുറ്റം അവരുടെ പേര് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അന്താരാഷ്ട്ര കോടതി എന്ന ഒരു പ്രഹസനം അവിടെ നടത്തിയിട്ട് ആണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതിനവർ പ്രാഗിലെ കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു. എന്തായാലും അവർ തിരിച്ചു ചെല്ലുമ്പോൾ ഉള്ള അന്തരീക്ഷം എന്താണ്? അവരുടെ പേരിൽ 10-15 കേസുകളുണ്ട്. അതിലൊന്ന് വധശിക്ഷയാണ്. വേണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് നടപടിയെടുക്കാം. ഏത് കേസ് പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്തിടാം ആ മണ്ണിലെത്തിയാൽ. 2, ഈ വധശിക്ഷ പുറത്തെടുത്തിട്ട് അവരെ വധിക്കുകയും ചെയ്യാം. ഇതൊക്കെ സാധ്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത്, അങ്ങനെ ആവശ്യപ്പെട്ടിരുന്ന, അങ്ങനെ എന്നെ എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ഒരു ബംഗ്ലാദേശ് മാറിയിട്ടുണ്ട്, പഴയ ബംഗ്ലാദേശ് അല്ല. ഇപ്പോൾ അവിടെ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായത് എങ്ങനെയാണ്? അവിടെ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഉപദേഷ്ടാവായിരിക്കുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ആ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗ്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ നിരോധിച്ചുകൊണ്ടാണ്. അവാമി ലീഗ് മത്സരിക്കാൻ പാടില്ല. അവാമി ലീഗ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സിൽ വോട്ട് ചെയ്യാത്ത പാർട്ടിയാണ്. അവരാണ് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ. അപ്പോൾ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്യാത്ത ഒരു എലക്ഷൻ എങ്ങനെ തെരഞ്ഞെടുപ്പാകുമെന്നൊരു ചിന്ത അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് താരിഖ് റഹ്മാനാണ്. താരിഖ് റഹ്മാൻ ദുർബലനാണ് എന്ന ബോധ്യം ഇതിനകം വന്നു കഴിഞ്ഞു. എലക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നും ബംഗ്ലാദേശിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. 2, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഷെയ്ഖ് ഹസീനക്കെതിരായി ഇന്ത്യക്കെതിരായും
ഹസീനയ്ക്ക് സുരക്ഷയൊരുക്കിയെന്ന കാരണത്താൽ ഇന്ത്യക്കെതിരായി വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന മുഹമ്മദ് യൂനുസ് തടി വട്ടാക്കി പോയി. എലക്ഷൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന മട്ടിൽ മൂപ്പര് പോയി. പിന്നെ താരിഖ് റഹ്മാൻ ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വേറൊന്ന്, ആരാണോ ഷെയ്ഖ് ഹസീനക്കെതിരായി കലാപം നടത്തിയിരുന്നത് അക്കാലത്തെ തീവ്രവാദികൾ, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, കടുത്ത ഇസ്ലാമിക മൗലികവാദികൾ, തീവ്രവാദികൾ. രണ്ട്, അവരുടെ സഖ്യകക്ഷിയായ ഒരു NCP ഉണ്ട്, ബംഗ്ലാദേശിലെ NCP. ആ NCPയുടെ നേതാവ് ഒരു നയീം ഇസ്ലാമോ അദ്ദേഹം മറ്റാണ് പ്രതിപക്ഷ നേതാവ്. ഷെയ്ഖ് ഹസീനയുടെ പ്രതിപക്ഷം തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ പ്രതിപക്ഷം. മനസ്സിലായോ? ആ പ്രതിപക്ഷമാണ് ഇപ്പോഴും ഷെയ്ഖ് ഹസീനയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഹസീന തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നല്ലോ എന്ന്. ഇതേ റോയിറ്റേഴ്സ് അവിടെ പോയി ചോദിച്ചു അവരോട്, ഹസീന തിരിച്ചു വരുന്നു, വരട്ടെ കാണാം, ഇവിടെ ഞങ്ങൾ പിടിച്ചകത്താക്കും, കഴുമരത്തിലേറ്റും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് അതിന് അനുകൂലമല്ല. ഗവൺമെൻറ് പറയുന്നത്, ഒന്ന്, ഇന്ത്യക്ക് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് വലിയ ഭീഷണിയുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങളുമായി മുഹമ്മദ് യൂനുസ് ഇട്ടെറിഞ്ഞ് പോയെങ്കിലും അമേരിക്കക്ക് ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അമേരിക്ക പോയപ്പോൾ ചൈനയുടെ താല്പര്യങ്ങൾ വരുന്നുണ്ട്. ചൈനയുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ വലിയ തോതിൽ ചൈന ഇങ്ങനെ ബംഗ്ലാദേശിനെ കൊത്തിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. ചൈനയ്ക്ക് ഇന്ത്യാവിരുദ്ധമായ താല്പര്യങ്ങളും ഉണ്ട്. ഒപ്പം പാകിസ്ഥാൻ ഈ തക്കം നോക്കിയിട്ട്, പാകിസ്ഥാനും ബംഗ്ലാദേശുമാണുള്ള ബദ്ധവൈരികൾ. ഇപ്പോൾ പാകിസ്ഥാനിലെ അസീം മുനീറിൻ്റെ ചില താല്പര്യങ്ങൾ ബംഗ്ലാദേശിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എന്താ കാര്യം? ശത്രു ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്കെതിരായുള്ള നീക്കത്തിൽ പാകിസ്ഥാൻ പോലും ബംഗ്ലാദേശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യാവിരുദ്ധമായ ഒരു വികാരം വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ താരിഖ് റഹ്മാനും അവിടുത്തെ ഭരണകൂടത്തിന് ഇപ്പോൾ ഒരു തോന്നലുള്ളത്, ഇവരെക്കാളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നത് എക്കാലത്തും ആരെയാണ്? ഇന്ത്യയാണ്. കാരണം ഇന്ത്യ നമ്മളെ ചതിക്കൂല. മാത്രമല്ല, ഇന്ത്യ അങ്ങേയറ്റത്തെ സഹായമാണ് ഇവർക്ക് കിട്ടിയത്. ഇന്ത്യ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. 1971 യുദ്ധത്തിൽ അന്ന് ഇന്നത്തെ പാകിസ്ഥാനൊന്നുമല്ല, പാകിസ്ഥാൻ അന്ന് സ്ട്രോങ് ആണ്. ആ പാകിസ്ഥാനെതിരായി ബംഗ്ലാദേശ് യുദ്ധം ചെയ്തിട്ട് വിമോചന സമരം നടത്തിയിട്ട് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന് വിജയം വരിക്കാൻ സാധിച്ചത് ഇന്ത്യ സഹായിച്ചതുകൊണ്ടാണ്, നിരുപാധികം സഹായിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് മാറുന്നു. ഒരു പക്ഷേ ഇവർക്കെതിരെയുള്ള കേസുകൾ, സിമ്പിളായിട്ടൊരു കാര്യം തീരുമാനിച്ചാൽ മതി. ഷെയ്ഖ് ഹസീനക്കെതിരായുള്ള കേസുകൾ ഇപ്പോൾ ബംഗ്ലാദേശ് കോടതിയിൽ നിന്ന് പ്രാഗിലെ ആഗോള കോടതിയിലേക്ക് പോയല്ലോ. ഇനി അവിടെ തീരുമാനിച്ചോട്ടെ എന്നൊരു നിലപാട് ഗവൺമെൻറ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഹസീനയുടെ ചോരയ്ക്ക് വേണ്ടി കൊതിക്കുന്നൊരു ഭരണകൂടം ഇപ്പോൾ അവിടെ ഇല്ല. പണ്ടുണ്ടായിരുന്ന പ്രതിപക്ഷം അവിടെയുണ്ട്. അവർ ഇസ്ലാമിക തീവ്രവാദികളാണ്. അവർക്ക് ഇവരുടെ ചോര കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അവർ മുൻകൈ എടുത്താൽ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നൊരു സാഹചര്യം ഇതാണ്. അവരെങ്ങാനും ഷെയ്ഖ് ഹസീനയെ വകവരുത്താൻ വേണ്ടി വീണ്ടും ഒരു കലാപത്തിന് കോപ്പുകൂട്ടിയാൽ ബംഗ്ലാദേശിലെ ഗവൺമെൻറ്റിന് അതിനെ നേരിടേണ്ടി വരും. ബംഗ്ലാദേശ് ഗവൺമെൻറ്റിന് ഹസീനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടം നയിക്കേണ്ടി വന്നാൽ ഇന്ത്യ നോക്കി നിൽക്കുമോ? ഇന്ത്യയുടെ പിന്തുണയോടുകൂടി ആത്യന്തിക ഇസ്ലാമിക തീവ്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരെ വകവരുത്തിയിട്ട് അവരെ നിലക്ക് നിർത്തിയിട്ട് ബംഗ്ലാദേശിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ഒരു പ്ലാൻ താരിഖ് റഹ്മാൻ്റെ കയ്യിലുണ്ട്. ആ പ്ലാൻ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഷെയ്ഖ് ഹസീന ചെല്ലാൻ തീരുമാനിച്ചത്. നിരോധിക്കപ്പെട്ട അവാമി ലീഗിൻ്റെ നേതാവെന്ന നിലയിൽ ചെല്ലുമ്പോൾ തന്നെ വേണമെങ്കിൽ പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള വകുപ്പുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും പഴയ തീവ്രവാദികളും പണ്ടത്തെ പോലെ ആ ശൗര്യം ഇനി അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ബംഗ്ലാദേശ് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിരിക്കുന്നു. ആരാണ് ബംഗ്ലാദേശിൻ്റെ ബന്ധു, ആരാണ് ശത്രു എന്നവർ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് ജനതയ്ക്ക് ഹസീന വേണം. ഹസീന ദീദി വരൂ, ബംഗ്ലാദേശിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ആ വിളിക്കുള്ള ഉത്തരം കൂടിയാണ് ഹസീനയുടെ പോക്ക്. നമ്മൾ ആശങ്കപ്പെടുന്നത് പോലുള്ള അപായങ്ങൾ ഹസീനയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകും എന്ന് വിചാരിക്കേണ്ടതില്ല. വലിയ തോതിലുള്ള സുരക്ഷ ഇന്ത്യയുടെ കൂടി പിന്തുണയോടുകൂടി ബംഗ്ലാദേശ് ഗവൺമെൻറ് ഹസീനയ്ക്ക് ഒരുക്കും എന്ന് വേണം കരുതാൻ. എന്തായാലും ഹസീനയ്ക്ക് ദീർഘായുസ് നേർന്നുകൊണ്ട്
അവരെ നമുക്ക് യാത്രയാക്കാം. അവർ ഷെഡ്യൂളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ കുറേ പദ്ധതി പണികൾ, അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. ഡിസംബറിലേ അവർ പോകും. ഡിസംബർ വരെ അവരുണ്ടാകും. ഹസീന ദീദിക്ക് നമുക്ക് ദീർഘായുസ് നേരം. ഓക്കെ.